വാളക്കുഴിയുടെ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ചില സംഘങ്ങൾ, ചില സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് അപ്പച്ചൻ എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നൊരു കാര്യമാണ്. അതിലൊരു കാര്യമാണ് നമ്മൾ മുമ്പേ പറഞ്ഞ റബ്ബർ ഉൽപ്പാദക സഹകരണ സംഘം. അതുപോലെ തന്നെ മറ്റൊരു സംഘം രൂപീകരിച്ചതാണ് ഇപ്പോൾ വാളക്കുഴിയിൽ നിലനിൽക്കുന്ന മിൽമ എന്ന പ്രസ്ഥാനം. അതിൻ്റെ പ്രാരംഭകാലത്തെക്കുറിച്ചും അതിൻ്റെ ആ മിൽമ എന്ന ആ സംഘം ഉണ്ടായതിനെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? പറയാം. ഉൽപാദക സംഘത്തെക്കുറിച്ച് ആദ്യം പറയാം. അതിനുശേഷം ഈ പ്രദേശം കർഷകരെ കൊണ്ട് നിറഞ്ഞൊരു പ്രദേശമാണ്. വളർത്ത് പ്രധാനപ്പെട്ട ഒരു വരുമാനവുമാണ്, ഒരു ജോലിയുമാണ്. എല്ലാ വീട്ടുകളിലും കറവയും പാലും ഒക്കെ ഉണ്ട്. എന്നാൽ ആ കാലത്ത് ഇത് വിറ്റടിഞ്ഞിട്ട് കാശുണ്ടാക്കുന്ന കാര്യം ഒത്തിരി പ്രതിസന്ധിയിലാണ്. ഞാൻ എൻ്റെ ആ കാലത്ത് തൈര് വയ്ക്കാൻ പോകുന്ന പുറംപറ്റില്ല. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്നിട്ടിരിക്കണം ഒരു ചുവടുമായിട്ട്. അവിടെ കൊണ്ട് വിറ്റിട്ട് വേണം കാശ് മേടിക്കാൻ. പാല് വിൽക്കാൻ സ്ഥലമില്ല. ഇങ്ങനെ അതീവ ദുസ്ഥിതിയിലായിരിക്കുന്ന സമയത്താണ് മിൽമ എന്നുള്ള അവർ വലിയ പ്രേരണയിലേക്ക് വന്നത്. ഞാൻ മുൻ ഓർപ്പിച്ചല്ലോ, ആ കോശിയച്ഛൻ്റെ കാലത്ത് ഒരു ഡയറി ഫാം തുടങ്ങിയിരുന്നു. ആദ്യത്തെ കാലത്ത് ആ ഡയറി ഫാം എലിവേലി ഡയറി ഫാമുമായിട്ട് ഷെയർ ചെയ്യുകയായിരുന്നു. പിന്നെ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നീടാണ് ഇതിനു വേണ്ടിയുള്ള ഒരു ആലോചന ഉണ്ടായത്. ആ ആലോചന സമയത്ത് ആരംഭത്തിങ്കൽ മിൽമ അനുവദിക്കുന്നതിന് വേണ്ടി ഒരുപാട് ബന്ധപ്പാടുകളുണ്ട്. അത് കോശിയച്ഛൻ അതിൻ്റെ പ്രധാന ആളാണ്. അച്ഛന് മുൻപന്തി എടുത്ത് പ്രവർത്തിച്ചു. അങ്ങനെ കാണേണ്ടവരെ കണ്ട് മുമ്പ് ഓർപ്പിച്ചല്ലോ, അതിനുവേണ്ടി കൊടുത്ത ഒരു അപേക്ഷയെല്ലാം പത്തനംതിട്ട വക്കീൽ ഓഫീസിൽ മുക്കിക്കളഞ്ഞു. വക്കീൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചു. ഡയറി ഫാമിൽ രാജൻ സാർ എന്ന് പറയുന്ന ഒരാളാണ് പത്തനംതിട്ട ആ ഡിസ്ട്രിക്റ്റിലെ മാനേജർ. അയാളുടെ ഓഫീസിൽ ചെന്നപ്പോൾ അങ്ങോട്ട് പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം ഒക്കെ ഒക്കുമ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇന്ന പോലെ ലൈസൻസ് ഉണ്ടല്ലോ, അതൊന്ന് കാണിക്കണം. ഞങ്ങൾ കൈമലർത്തി. ഞാൻ പറഞ്ഞതിന് മുമ്പ് തകടിയിലെ തങ്കച്ചനാൾ ഞാനും കൂടെ മാത്രമാവേ, മറ്റാരുമില്ല. ഞങ്ങളുടെ സ്വന്തം കയ്യിൽ കാശ് മുടക്കി അതിനുവേണ്ടി ഓടി. ഒടുവിൽ ആ വക്കീലാശിപ്പിച്ച് പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. രാജൻ സാറ് അതിന് വേണ്ടിയുള്ള പെർമിഷൻ തന്നു. അങ്ങനെയാണ് ആരംഭം. അന്ന് പൈസയില്ല, ഒരു പൈസയ്ക്ക് നിവൃത്തിയില്ല. 2 വർഷത്തോളം വാടകയില്ലാതെ ഞാൻ ഓർപ്പിച്ച പോലെ എൻ്റെ സഹോദരൻ്റെ കെട്ടിടത്തിൽ ആ ഒരു സ്ഥാപനം നടത്തി. 2 വർഷം കാശില്ല, ഒന്നുമില്ല. പിന്നീടത് പുരോഗമിച്ച് വന്നു. അതൊക്കെയും പല വിധത്തിലുള്ള വേണ്ട വിധത്തിലായിട്ടില്ല. 100% ഞാൻ പറയും. അത് ഇന്ന് ഏറ്റവും ഉന്നതമായ ഒരു നിലയിൽ നിൽക്കേണ്ട ഒരു സ്ഥലമാണ്. ധാരാളം പാല്. എന്നാൽ ഇത്രയും ഒരു ആശ്വാസമുണ്ട്. അത് കൊടുത്തിട്ട് കാശ് കിട്ടുന്നു. അത്രയും ഒരു ആശ്വാസമുണ്ട്. അവർക്ക് നിവൃത്തിയില്ല. ഒരാളുടെ വീട്ടിൽ രാവിലെ 25 ലിറ്റർ പാലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു 20-25 ലിറ്റർ പാലുണ്ട്. 25 ലിറ്റർ പാല് ചുമന്നുകൊണ്ട് അവർക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ അത്രയും ഒരു ആശ്വാസം. എന്നാൽ ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുന്ന രീതിയിൽ ആനുകൂല്യങ്ങൾ ചെയ്യാൻ കാരണം 2 സെൻറ്റ് ഭൂമി വാളക്കുഴി പ്രദേശത്ത് കിട്ടാനില്ല. ടാരീസ് ഭൂമിയായിട്ട് കിടക്കുന്നു. പ്രയോജനമില്ല. ഇന്ന് ഭൂമിക്ക് ഒരു വിലയുമില്ല, ഒരു പട്ടിക്കും വേണ്ട ഈ സ്ഥലത്തെത്തി. എന്നിട്ട് പോലും ചെന്നാൽ കൊടുക്കില്ല. മിൽമ ഇന്ന് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അവർക്ക് കെട്ടിടം ഉണ്ടാക്കുവാനായിട്ട് മിൽമയുടെ കയ്യിൽ ഫണ്ടുണ്ട്, പക്ഷേ സ്ഥലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ആ വാളക്കുഴിയിൽ ആരെങ്കിലും സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു സ്ഥാപനം അവിടെ വരാനായിട്ടുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആരും സ്ഥലം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ മിൽമ ഉണ്ടായ സമയത്ത് ഇതിൻ്റെ ചില രേഖകളൊക്കെ നശിപ്പിക്കപ്പെട്ടതായിട്ടും അത് വേണ്ട രീതിയിലല്ലാത്ത രീതിയിലൊക്കെ ആക്കിയതായിട്ടൊക്കെ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയായ ഒരു കാര്യം തന്നെയായിരുന്നുവോ? മിൽമയുടെ ആദ്യത്തെ രേഖകൾ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് രേഖകൾ ചില ആളുകൾ അത് മുക്കിക്കളഞ്ഞത്, അത് ഞാൻ പറഞ്ഞല്ലോ ആരംഭത്തിൽ. അതിൻ്റെ രേഖകൾ അന്ന്
നമുക്കൊന്നും അറിയത്തില്ലല്ലോ. ആ ഉദ്ദേശം കൊണ്ട് ചില ആളുകളെ ഏൽപ്പിച്ചു. അവരത് വിശ്വസിച്ച് കൊണ്ട് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. അവർ കൊണ്ടു ചെന്ന് കൊടുത്തത് ഈ വക്കീലിൻ്റെ കയ്യിലാണ്. ഈ വക്കീൽ ഇതെല്ലാം കൂടെ വാങ്ങിച്ചോടെ വെച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞു. നശിപ്പിച്ച് ചവിട്ട് കൊട്ടിയിട്ടു. അതുകൊണ്ട് കുത്തിപ്പകൽ ഞാനും തങ്കച്ചനും കൂടിയാണ്. ആ സമയത്ത് ആദ്യം എഴുമറ്റൂരി വേണമെന്നുള്ള വാദമാണ്. 2 കരടമുള്ള പിടി അവിടെയാണ്. അവിടെ ഒരു വിധത്തിലും ഒഴിയാൻ വയ്യാഞ്ഞിട്ട് കിട്ടിയതാണ്. മറ്റാരുടെ ഇതല്ല. അത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ ആ പ്രത്യേക സന്ദർഭം വന്നപ്പോൾ അന്ന് കേരള മന്ത്രിസഭയിലെ ഹരിജനായിരിക്കുന്ന ഒരു മന്ത്രി എം എ കുട്ടപ്പൻ മന്ത്രിയുണ്ട്. ആ മന്ത്രി ആറാട്ടുവരെ ഒരു മീറ്റിങ്ങിന് വരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ഞങ്ങളോട് ആരാണ്ടോ പറഞ്ഞ് അവിടെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പോയി. അവിടെ പോയിട്ട് ഒത്തിരി നല്ല മീറ്റിങ്ങൊക്കെയാണ്. പി ജെ കുര്യൻ സാറും അവിടെ ഉണ്ട്. മന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യം, ആദ്യം വിരുന്നുകാരെ വിളിച്ചു. അവർക്ക് ഇല കിട്ടും. ഇല കിട്ടതിന് ശേഷം 2ാമത് കൂട്ടർ വന്നു. ആ 2ാമത്തെ കൂട്ടർക്ക് ആദ്യം ചോറ് കൊടുക്കുക എന്ന് പറയുന്നത് മര്യാദയാണോ എന്ന് ചോദിച്ചു. എൻ്റെ ചെവി കേട്ടത് ഏറ്റു പറഞ്ഞതല്ല. അവിടെ തല കുനിച്ചു. അത്രയും സമ്മർദ്ദം ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. നശിപ്പിച്ചു. അതായത് ഇവിടുത്തെ മൂരാച്ചിത്തരം പറഞ്ഞാൽ വല്ലത്. ഇന്നും മിൽമയ്ക്ക് ഒരു നല്ല ഉയർച്ച ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അപ്പച്ചനുണ്ടോ? മിൽമയ്ക്ക് ഒരു നല്ല ഉയർച്ച ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഇന്നത്തെ നിലയിൽ അവരാണ് ഉയർച്ച പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളും എഴുമറ്റൂരിൻ്റെ കരുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ സ്വാധീനവും അവരുടെ കഴിവും വെച്ച് സാധിച്ചിട്ടുണ്ട്. അറിയില്ലെന്ന് പറയാൻ പറ്റുകയില്ല. വാളക്കുഴി മിൽമയ്ക്ക് ഇനിയൊരു നല്ല ഭാവി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഉണ്ടാകണമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതിനുള്ള മാർഗങ്ങളെപ്പറ്റി ഇന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ നിസ്സഹായനാണ്. എനിക്ക് എൻ്റെ അബദ്ധം ഞാൻ പറഞ്ഞല്ലേ മുമ്പേ. എന്നാൽ നിസ്സഹായന അവസ്ഥ ഇന്നലും പണ്ട് പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ തല നരച്ചാലും എൻ്റെ അകം നരച്ചാലും എന്ന് പറയുന്ന ഒരു ഊരുള്ളത് കൊണ്ടാണ് ഇന്നും ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നത് സ്ഥലം ഉണ്ടാക്കണം. വാളക്കുഴിക്കാരോട് അതാണ് പറയാനായിട്ടുള്ളത്. മിൽമയ്ക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം കൊടുക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാകണമെന്നുള്ള ആവശ്യമാണോ പറയാനായിട്ടുള്ളത്? ആവശ്യം പറയാനുള്ളത്. ആർക്ക് നിശ്ചയമായിട്ട്. അല്ല എങ്കിൽ ഒരു മനുഷ്യൻ പോലും അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഈ ഭൂമിയും കൊണ്ട് ആരും പോകുന്നുണ്ടോ? അല്ല എങ്കിൽ ഞാൻ പറയുന്ന ഇതല്ലെങ്കിലും കഴിവൊക്കെ നടത്തണം. ഇപ്പോൾ മിൽമ വളരെ ഒരു പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത്. മിൽമയ്ക്ക് കെട്ടിടം ഉണ്ടാക്കുവാനായിട്ടുള്ള പണം ഉണ്ട്. പക്ഷേ വാളക്കുഴി എന്ന സ്ഥലത്ത്, വാളക്കുഴി ജംഗ്ഷനിൽ നിന്ന് അല്പം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ മാറിയാണെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം മിൽമയ്ക്ക് ആരെങ്കിലും വിട്ടുകൊടുക്കുകയാണെങ്കിൽ ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഒരു കെട്ടിടം അവിടെ ഉണ്ടാവുകയും സ്ഥിരമായ ഒരു സംവിധാനമായി മിൽമ വാളക്കുഴിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഇപ്പോൾ അയ്യങ്കോവിൽ കെട്ടിടത്തിൽ അത് വാടകയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വാളക്കുഴിയിലുള്ള നല്ലവരായ നാട്ടുകാരാരെങ്കിലും വളരെ ഔദാര്യമായിട്ട് മുന്നോട്ട് കടന്നു വന്ന് മിൽമയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 സെൻറ്റ് സ്ഥലം ആരെങ്കിലും അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ വാളക്കുഴിയിൽ കർഷകർക്ക് വളരെ പ്രയോജനകരമാകുന്ന രീതിയിൽ മിൽമ എന്ന സ്ഥാപനം ഇവിടെ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. ഇല്ല എങ്കിൽ ഈ സ്ഥാപനം മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നശിച്ചു പോയതുപോലെ ഇതും തകർച്ചയിലേക്ക് തന്നെ പോകും എന്നുള്ളതിന് സംശയമില്ല. വാളക്കുഴി എന്ന ഗ്രാമം കൃഷിയോട് ബന്ധപ്പെട്ടും അതുപോലെ കന്നുകാലി വളർത്തലിനോട് ബന്ധപ്പെട്ട ഒരു ഗ്രാമമാണെന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി, അതിനെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോഴും ഈ ദിവസവും 25-30 ലിറ്റർ പാല് വീതം കിട്ടുന്ന ഓരോ പശു വളർത്തലുകാരും ആളുകളും നമ്മുടെ ഈ ഗ്രാമത്തിലുണ്ട്. അവർക്കുള്ള ഒരു സ്ഥിരം സംവിധാനമായി, അവർക്ക് സ്ഥിരം വരുമാനം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമായി മിൽമ മുന്നോട്ട് വരേണ്ടതിനായിട്ട് അതിനു വേണ്ടിയിട്ട് അല്പം സ്ഥലം അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്.